അടുത്തൊരു കീടിലെ സാധനമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. ഓക്കെ, അപ്പോൾ ഒരു ബോഡിയെ നമുക്കൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എടുത്തു വെച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ, നമ്മളിവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വരയ്ക്കാം. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, കണ്ടല്ലോ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ? തീറ്റയാണ്. അപ്പോൾ തീറ്റ ആംഗിൾ ചരിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഒരു ബോഡിയെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ബോഡി ഇരിക്കുകയാണ്, കണ്ടോ നിങ്ങൾ? എം മാസമുള്ളൊരു ബോഡി ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ സാധനം സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകുന്നില്ല, പക്ഷെ ആംഗിൾ ഞാൻ ഈ തീറ്റയേക്കാൾ ഒരു ശകലം കൂടെ ഒന്ന് കൂട്ടിയാൽ എന്തിറങ്ങി താഴെ പോകും. ഇപ്പം അവിടെ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഈ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഫ് ദ ആംഗിൾ ഈസ് മോർ ദാൻ തീറ്റ, ദിസ് ബോഡി വിൽ കം ഡൗൺ. ഓക്കെ, നൗ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഇപ്പോൾ അത് റെസ്റ്റിലാണ്, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ വരയ്ക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ ബോഡിയുടെ വെയിറ്റ് എത്രയാണ്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി? mg. വെയിറ്റ് എപ്പോഴും എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴോട്ട്. അപ്പോൾ വെയിറ്റ് എങ്ങോട്ടാണ്? താഴോട്ടാണ്. നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. വെയിറ്റ് എത്രയാണ്? mg ആണ്. വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ്. ഇനി ഇത് ഇരിക്കുന്നത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഈ സർഫസിൽ നിന്ന് മേലോട്ട് നോർമലായിട്ട് എന്തുണ്ടാവും? ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നോർമൽ ഫോഴ്സ്. ഈ നോർമൽ ഫോഴ്സ് ഈ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ആണ്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടുത്തെ ഈ ആംഗിൾ എത്രയാ? 90. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. mg എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് അല്ലേ? അതിനെ റിസോൾവ് ചെയ്താൽ എത്ര കമ്പോണൻസ് കിട്ടും? 2 കമ്പോണൻറ്റ് കിട്ടും. നമ്മൾ കുറേ കാലം കൊണ്ട് വെക്ടറിൻ്റെ റിസൊല്യൂഷൻ പഠിക്കുകയാണ്. എ എന്ന് പറയുന്ന വെക്ടറിനെ റിസോൾവ് ചെയ്താൽ 2 കമ്പോണൻറ്റ് കിട്ടും. ഏതൊക്കെയാണ്? എ കോസീറ്റയും എ സൈൻ തീറ്റയും. അതുപോലെ mg എന്നാണ് ഇവിടുത്തെ വെക്ടറിൻ്റെ പേര്. അതിനെ റിസോൾവ് ചെയ്താൽ mg കോസീറ്റയും കിട്ടും, mg സൈൻ തീറ്റയും കിട്ടും. അഡ്ജസൻറ്റ് കമ്പോണൻറ്റ് എപ്പോഴും കോസ് ആയിരിക്കും, ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ കമ്പോണൻസ് mg കോസീറ്റയും mg സൈൻ തീറ്റയാണ്. അഡ്ജസൻറ്റ് കമ്പോണൻറ്റ് mg കോസീറ്റയും, മറ്റേ കമ്പോണൻറ്റ് എന്തായിരിക്കും? mg സൈൻ തീറ്റ ആയിരിക്കും. പേടിക്കാതെ പറ. mg ആണ് നമ്മുടെ വെക്ടർ. ഓക്കെ, ഇതിനെ റിസോൾവ് ചെയ്യാൻ പോണേ മക്കളെ. 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് കിട്ടി. ഒന്നിങ്ങനെ കണ്ടാ? പേടിച്ചാ നിങ്ങൾ? ഈ കമ്പോണൻസിനെ നോക്ക്. ഒരു കമ്പോണൻ്റ് ഇതാണ്, ഒരു കമ്പോണൻ്റ് ഇതാണ്. ഈ 2 കമ്പോണൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. അപ്പോൾ എന്താണ്? 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസേ കിട്ടൂ. ഓക്കെ, സംശയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ഇതിനെ റിസോൾവ് ചെയ്താൽ, ഒരു പ്ലെയിനിലെ വെക്ടറിനെ റിസോൾവ് ചെയ്താൽ എത്ര കമ്പോണൻറ്റ് കിട്ടും? 2 കമ്പോണൻറ്റ് കിട്ടും. ആ കമ്പോണൻ്റാണ് ഞാൻ വരച്ചത്. അപ്പോൾ mgയെ റിസോൾവ് ചെയ്താൽ എനിക്ക് 2 കമ്പോണൻറ്റ് കിട്ടി. ഒന്നിത്. ഓക്കെ, 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് കിട്ടി. ഇനി സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരണം. ഇത് തീറ്റ. ഓക്കെ, ഇത് 90. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ 90 മൈനസ് തീറ്റ അല്ലേ? അത്ഭുതമൊന്നുമല്ലോ. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റയാണ്. ഇനി ഈ 2 കമ്പോണൻസിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? ഈ 2 കമ്പോണൻസ് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ബാക്കി ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ 90 ആണ്. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ ആയാലേ പറ്റൂ. അപ്പോൾ ഈ ആംഗിളും എത്രയാണ്? തീറ്റയാണ്. അപ്പോൾ ഈ ആംഗിളും എത്ര? തീറ്റ. നിങ്ങൾ നോക്ക്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്ക്. 90 മൈനസ് തീറ്റയും കൂടെ ആഡ് ചെയ്താൽ 90 അല്ലേ വരിക? ഇനി നോക്കൂ, mg ആണ് നിങ്ങൾ റിസോൾവ് ചെയ്യാൻ പോകുന്നത്. mgയുടെ അഡ്ജസൻറ്റ് കമ്പോണൻ്റ് അല്ലേ മക്കളെ? ഇത് ഇവൻ. അപ്പോൾ ഇവൻ കോസ് കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവൻ ആരാണ്? mg കോസ് തീറ്റയാണ്. ഇവൻ ആരാണ്? mg സൈൻ തീറ്റയാണ്. അപ്പോൾ 2 കമ്പോണൻസ് കിട്ടി. ഓക്കെ, ഇനി ഈ ബോഡി ഇവിടെ അനങ്ങാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവണം അല്ലേ? ഇതിരിക്കുന്ന ഈ ഫ്ലോറും ഈ ബോഡിയും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ സാധനം എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? താഴോട്ട് മൂവ് ചെയ്യേണ്ടവനാണ്. അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡയറക്ഷനിൽ ആരുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ഫ്രിക്ഷൻ എന്നാണ് ഞാൻ എഴുതുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നിങ്ങൾ F എന്ന് എഴുതിയാലും മതി. അതെന്താ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് എഴുതിയത്? അത് നീങ്ങാത്തത് കൊണ്ട്. അപ്പം ഞാൻ ഇത്രയും പിക്ചർ ആദ്യം വരയ്ക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ബാക്കി ഒന്നും തന്നെ മനസ്സിലാവാനും പോണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബോഡി കിടക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ ഇറൈസ് ചെയ്ത് കളയാൻ പോവാണ്. എന്നിട്ട് വീണ്ടും ഞാൻ കാണിക്കും. ശ്രദ്ധിച്ച് ആൻസർ പറയണം. എല്ലാം എൻ്റെ കൂടെ സഹകരിച്ച് ആൻസർ പറഞ്ഞോളണം. സോ ലിസൺ പ്രോപ്പർലി. സോ you consider a body on an inclined plane. So this is an inclined plane. So angle of inclination is theta. So this is your body. Okay, then what is the mass of your body? M. So weight will be mg. Okay, downwards. No problem. Then
see, there will be a normal force normal to the surface. Okay, this is a force, we call it normal force. Normal force will be making an angle 90 degree with the surface. So with this surface it is making 90 degree angle. Then mg is a force. Force is a vector. Vector can be resolved. How many components will you get? Two mutually perpendicular components will you get. What are they? Mg cos theta and mg sin theta. Adjacent component will be cos theta. Okay, so listen properly. This angle is 90, no doubt. This angle is theta. So what will be this angle? This angle will be what? 90 minus theta. പ്രശ്നമൊന്നും ആർക്കും സംഭവിച്ചില്ല. Now listen. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. mg റിസോൾവ് ചെയ്താൽ I get two mutually perpendicular components. One component will be like this. The next component will be like this. These are the components. Is it clear? See, നോക്കൂ, ഇവിടുത്തെ ഫസ്റ്റ് കമ്പോണന്റ് ഇതാണ്, കണ്ടല്ലോ, ഇതാണ് ഒരു കമ്പോണന്റ്. This is a next component. The angle between, total angle between these two components is 90. So this part is 90 minus theta. So this should be what? Theta. So you add these two, it will be 90. Am I right? See, this is mg. This angle is theta. So this will be adjacent component. So this will be mg cos theta. And this component will be mg sin theta. Then see, this is your body. Then this is a floor. Okay, between there is friction. See, actually your body has to slide down, but it is not doing that. So because there is a friction opposing this. So there will be a friction like this. So I name it F. So here your body is at rest. So I name it Fs. Any problem? Any confusion? So once again I will draw the figure. See, listen properly. The സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള ബോധം എല്ലാവർക്കും വേണം. സോ once again, ഇനി വരയ്ക്കില്ല. സോ ലിസൺ പ്രോപ്പർലി. ഓക്കെ, സോ യു കൺസിഡർ എ ബോഡി പ്ലേസ്ഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, the angle is so adjusted. Okay, if the angle is greater than theta, the body will slide down, but luckily now your body is not sliding down, it is at rest. Then see, this angle is theta. The mass of the body is m, so weight should be what? Mg. Weight will be downwards, no doubt. Then there will be a normal reaction normal to the surface. So this is normal reaction, so it will be normal to this surface, no doubt. Then what is the next? See, mg can be resolved. Mg can be resolved. How many components you get? You get two mutually perpendicular components. These are the components. Okay, ഇനി കഥകളെല്ലാം എനിക്ക് പറഞ്ഞു തരണം. So this angle is 90. This angle is theta. So this should be 90 minus theta. Okay, then this is one component. This is next component. Any doubt? The angle between these two components will be 90. So this angle is 90 minus theta. So this should be theta. Okay. ഇനി പറയൂ, mg resolved. This is one component. This is the next component. mg. This is adjacent component. Am I right? So it will be mg cos theta. Then what about this component? This component will be mg sin theta. Then your body is resting on the surface. Definitely, see, there will be frictional force between the body and the surface. It is preventing the body from sliding down. See, actually your body has to slide down, so there will be friction in the opposite direction. So this friction is represented by the letter F. Here body is at rest, so I name the friction as static friction. Any problem? Now listen to the picture carefully. See, this is your body. It is neither jumping up nor moving down. So your body is neither jumping up nor down. So upward and downward forces are equal. That is the reason why it is not jumping in that direction. Okay, here you see, your body is not jumping in this direction or in this direction. So these two forces balance each other. So you can write mg cos theta will be equal to what? N. mg cos theta will be equal to n. Okay, that is why no motion in this direction. Now listen to your body. It is neither sliding up nor down. So upward and downward forces are equal. See, once again, your body is neither sliding up nor down. So upward and downward forces are equal. So what is the downward force? Mg sin theta. What is upward force? Fs. These two are equal. So tell me, mg sin theta is equal to what? Fs. So I am getting two equations here.
shall I divide the equations? Shall I? So equation 1 divided by equation 2. What are you getting? So mg cancel. Sin theta by cos theta, tan theta equal to fs by n. Okay. Then this is a familiar item. What is this? നമ്മൾ എവിടെ കണ്ടതാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു mu n. സോ വാട്ട് ഈസ് mu ഈക്വൽ ടു f by n. അപ്പൊ f by n എന്ന് പറഞ്ഞാൽ ആരാണ്? mu ആണ്. അപ്പോൾ f by n എന്ന് പറഞ്ഞാൽ ആരാണ്? mu ആണ്. അപ്പോൾ tan theta ഈസ് ഈക്വൽ ടു വാട്ട്? mu s എന്നാണെങ്കിലും എഴുതാം. ഓക്കെ. സോ tan theta ഈസ് ഈക്വൽ ടു mu. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്താ പറയുക? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇതിനെ ചിലപ്പോൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആംഗിൾ ഓഫ് റിപ്പോസ്. എന്താണ്? ആംഗിൾ ഓഫ് റിപ്പോസ് എന്നും പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ് നിങ്ങളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അടിപൊളി സാധനമല്ലേ? ഇപ്പം എന്താണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്? സോ യു ഹാവ് പ്രൂവ്ഡ് ദാറ്റ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നല്ല എളുപ്പമല്ലേടാ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? അപ്പം നല്ലൊരു ക്വസ്റ്റൻ ആണ്, ഇത് ചോദിക്കും. ഓക്കെ. അപ്പം ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ കാണിക്കാം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. റൈസ് ചെയ്യാൻ പോവാണ്. സോ ലിസൺ പ്രോപ്പർലി. എല്ലാം പറഞ്ഞു തരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇത് പിക്ചർ മാത്രം ചോദിക്കും, ചിലപ്പോൾ ഇത് ഫുള്ളായിട്ട് എഴുതാൻ പറയും. സോ യു കൺസിഡർ എ ബോഡി ഓഫ് മാസ് m placed on an inclined plane. The angle of inclination is theta. The angle is so adjusted that the body is at rest. Okay. If the angle is greater than theta, what happens? Your body will slide down. Okay. Then weight of the body will be mg vertically downwards, no doubt. The normal force will be normal to the surface. Okay. Then mg is a force. Being a force, it is a vector. So it can be resolved into two components. What are the components you get? They are two perpendicular components you are getting. This is one component, this is next component. Then this angle is 90. This angle should be 90 minus theta. Then the angle between these two components is what? 90. So this is 90 minus theta. So this should be theta. Then see, this is mg. So this is adjacent side. So it will be mg cos theta. And this will be mg sin theta. No problem. Then this is your body. Between your body and the ground there is friction. So due to friction it is not sliding down. So actually it has to slide down, but there will be a friction opposing it. So this will be the friction. Then your body is at rest. So I name the friction as static friction. Then what is the next? Your body is at rest here. It is neither sliding up nor down. So upward and downward forces balance each other. So mg sin theta and fs balance each other. mg sin theta and fs are equal. Equation number 1. Okay. Then what is the next? Your body is resting here. It is neither moving in this direction nor in this direction. So these two cancel each other. These two are equal. So mg cos theta will be equal to what? N. Then equation number 2. Any problem? Then I am dividing the two equations. Listen properly. mg sin theta by mg cos theta. mg cancelled. I am getting tan theta is equal to what? Fs divided by n. Okay. Then I shall remind you, frictional force is equal to mu n. Am I right? Then mu is equal to what? F by n. So what is F by n? It is mu. So here Fs by n, it is mu s, or simply mu എന്ന് എഴുതിയാലും മതി. So tan theta is equal to what? Fs by n എന്ന് പറഞ്ഞാൽ എന്താണ്? mu. അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടി. Tan theta is equal to mu. What is mu? It is coefficient of friction. What is it? Coefficient of friction. ഇനി അടുത്തത് എന്താണ്? ഇതെന്ന് പറയുന്നത് ടാൻജന്റ് ഓഫ് വാട്ട്? ടാൻജന്റ് ഓഫ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. എന്താണ് തീറ്റ? എന്താണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഹിയർ തീറ്റ ഈസ് നോൺ ബൈ ദ നെയിം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ഓർ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ആംഗിൾ ഓഫ് റിപ്പോസ്. എന്താ പറയുക? ആംഗിൾ ഓഫ് റിപ്പോസ്. അപ്പോൾ കിട്ടിയ റിസൾട്ട് പറയൂ. coefficient of friction is equal to tangent of angle of friction. അപ്പോൾ എക്സാമിന് ചോദിക്കും, for a body placed on an inclined surface, prove that
ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. സിമ്പിളായിട്ട് എഴുതണം. ഓക്കെ, ഇതിപ്പോൾ ഇപ്പോൾ ഈ അടുത്ത ഏതോ ഒരു വർഷം ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ഡാഷ് എന്നും പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ തന്നെ എൻട്രൻസിന് ഉണ്ടായിരുന്നു സ്ട്രൈറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയോ? അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. സോ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു വാട്ട്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതോടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കൂ, സിമ്പിളാണ്, നോക്കിക്കോ. നിങ്ങളുടെ സെയിം പിക്ചറാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ബോഡിയാണ്, ആംഗിൾ തീറ്റയാണ്, വെയിറ്റ് mg ആണ്. ഓക്കെ, ദെൻ നോർമൽ ഫോഴ്സ് n ആണ്, അതെല്ലാം അറിയാം. mg റിസോൾവ് ചെയ്തപ്പോൾ കിട്ടിയ കമ്പോണൻസ് ഒക്കെ നമുക്കറിയാം, ഇത് രണ്ടുമാണ്. ഈ ആംഗിൾ തീറ്റയാണ്, പറയും mg കോസ് തീറ്റ, ഇതെന്താണ് mg സൈൻ തീറ്റ. ഇനി ഇവിടെ ഇങ്ങോട്ട് ഫ്രിക്ഷനും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്കറിയാമെന്നുള്ള കേസ്. ഇനി എന്താണ്, ഞാനിവിടെ ഈ ആംഗിളിന് എന്താ പേരിട്ടത്? ഈ ആംഗിളിൻ്റെ യഥാർത്ഥ പേര് ആംഗിൾ ഓഫ് റിപ്പോസ് എന്നാണ്. എന്താണ്? ആംഗിൾ ഓഫ് റിപ്പോസ്. അപ്പോൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് റിപ്പോസ് ആണ് ഇവിടുത്തെ തീറ്റ. അതെന്താണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ആംഗിൾ ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ സച്ച് ദാറ്റ് ദ ബോഡി പ്ലേസ്ഡ് ഓൺ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. If the angle is greater than theta, what will happen? The body slides down. So that angle is known by the name angle of repose. So angle of repose എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നില്ല. Angle of repose is a angle of the inclined plane such that the body placed on it will remain at rest. It will not slide down. Okay? ഇനി അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്? നിങ്ങളിവിടെ നേരെ നോക്കിയിട്ട് ആൻസർ പറയണേ, നന്നായിട്ട്. ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഈ ലൈനിൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കട്ടെ. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണേ, ഞാൻ ഇങ്ങനെ അങ്ങ് വരച്ചു. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നോ? ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ? ഇതാരാ? എഫ് ആണ്. ഇതാരാ? എൻ ആണ്. നമ്മൾ പാരലോഗ്രാം ലോ വെച്ചിട്ട് നോക്കിയാൽ ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് വരും. ഈ സാധനം ഇപ്പോൾ വരച്ചത് കണ്ടോ? അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്? എഫിൻ്റെയും എന്നിൻ്റെയും എന്താണ് റിസൾട്ടൻ്റ് ആയിട്ട് വരും. അപ്പം ഞാൻ ഒന്നും ചെയ്തില്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇത് ആരുടെയും റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടി? എഫിൻ്റെയും എന്നിൻ്റെയും. ഇനി നിങ്ങൾ തന്നെ പറയണം, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? പറയും. കോമൺ സെൻസ് ഉള്ളവന് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ. ഈ ലൈനിൻ്റെ കണ്ടിന്യൂഷനാണിത്, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇത്. അപ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളൊരു തീറ്റയെ കാണുന്നുണ്ടല്ലേ. ഈ തീറ്റയെ ഞാൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. എന്താ പറയുക? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ അതും എന്ത് തന്നെയാണ്? തീറ്റ. അപ്പോൾ യഥാർത്ഥത്തിൽ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് റിപ്പോസും ആവാം, ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആവാം. പക്ഷെ ഡെഫിനിഷൻ പ്രകാരം രണ്ടും രണ്ടാണ്. അപ്പോൾ എന്താണ്? അതാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ ഇതാണ്. എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ളവൻ നോർമൽ ഫോഴ്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളായ തീറ്റയെ എന്തെന്ന് പറയും? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. ഇനി ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഈ ആംഗിൾ, ആ ആംഗിൾ കൂടിപ്പോയാൽ ഈ സാധനം നിരങ്ങി താഴെ പോകും. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്തുള്ള ഈ ആംഗിളിനെ നമ്മൾ എന്തെന്ന് പറയും? ആംഗിൾ ഓഫ് റിപ്പോസ്. പക്ഷേ രണ്ടിൻ്റെ വാല്യൂ സെയിം അല്ലേ? അപ്പോൾ ആംഗിൾ ഓഫ് റിപ്പോസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിപ്പോസ്. രണ്ടിൻ്റെ ആൻസർ സെയിം തന്നെന്ന്. അപ്പോൾ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, അപ്പോൾ ഒന്നും കുളമാക്കരുത്. സോ once again you listen properly. So you listen. This is inclined plane. This is your body. Okay. Weight is mg. No problem. Then this angle is theta. No problem. Then mg can be normal force will be like this. Okay. So this is normal. Then what is the next? mg can be resolved into two components or one component. Next component, this angle theta. So this is mg cos theta. Say this is mg sin theta. Then frictional force will be like this. അതൊക്കെ മനസ്സിലായി? ഇനി ഞാൻ ഈ എം ജിയെ കണ്ടിന്യൂവേഷൻ അങ്ങോട്ട് വരച്ചാൽ ഇങ്ങനെ കിട്ടും അല്ലേ? ഇനി ഞാൻ എന്താ ഞാൻ പാരലോഗ്രാം വരച്ച് നോക്കിയാൽ ഇത് രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വരച്ചത് എന്താണ്? ആരുടെയൊക്കെ റിസൾട്ടൻ്റ് ആണ് ഇത്? പറയൂ. എഫിൻ്റെയും എന്നിൻ്റെയും റിസൾട്ടൻ്റ് ആണ്. അവൻ ഈ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും? തീറ്റ ആയിരിക്കും.
കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ അല്ലേ. അപ്പോൾ ഈ ആംഗിളിനെയാണ് എന്തെന്ന് പറയുക, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്താ പറയുക, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇനി ഈ ആംഗിളിനെയാണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് റിപ്പോസ്. രണ്ടിൻ്റെയും വാല്യൂ സെയിം ആണ്, അപ്പോൾ പക്ഷേ ഡെഫിനിഷൻ പ്രകാരം രണ്ടും രണ്ടാണ്. അപ്പോൾ എന്താണെന്ന് പറയൂ, വാട്ട് ഈസ് ആംഗിൾ ഓഫ് റിപ്പോസ്? It is angle of the inclined plane such that the body placed on it remains at rest. If the angle is greater than theta, the body slides down. Then what is angle of friction? What is angle of friction? പറയൂ. It is the angle between ആരൊക്കെ, normal and resultant of normal and frictional force for a body placed on an inclined plane. Okay, എന്തൊക്കെയാണ്? It is angle between ആരൊക്കെ, normal and resultant of what and what, normal and frictional force for a body placed on an inclined plane. ഇതാണ്ട് ഈ സാധനത്തിൻ്റെയും ഈ എണ്ണിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ അല്ലേടാ തീറ്റ. അപ്പോൾ എന്താണ് പറയും, ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ വാട്ട് ആൻഡ് വാട്ട്, നോർമൽ ഫോഴ്സ് ആൻഡ് റിസൾട്ടൻ്റ് ഓഫ് വാട്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ ഫോഴ്സ് ഫോർ എ ബോഡി പ്ലേസ്ഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയും. അതൊന്നും ആരും ചോദിക്കാറില്ല. ഓക്കെ, നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട. ദെൻ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്, എന്താണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിപ്പോസ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിപ്പോസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഈ ഡെറിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർമ്മയിൽ വേണം. അപ്പോൾ പഠിച്ച് സ്മാർട്ടായിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ, വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റാ.